കണ്ണടച്ച് നാട്ടിനെക്കുറിച്ചൊന്ന് ആലോചിക്കുമ്പോൾ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് ബേക്കറിയിലെ ചില്ലിങ് കൂട്ടിനകത്തിരിക്കുന്ന ലഡ്ഡുയുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന മുട്ട പപ്സ്. ചേട്ടാ, ഒരു ഷാർജ ഷേക്ക്. ഇതൊക്കെ ഇനി എപ്പോഴാണോ? നൊസ്റ്റാൾജി ഇറക്കി മനുഷ്യൻ്റെ വായിൽ കൂടെ വെള്ളം വരുന്നുണ്ട്. എന്നാൽ ഒരു ലഡു ഉണ്ടാക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. ലഡു ഉണ്ടാക്കൽ വലിയ പാടുള്ള കാര്യമൊന്നും അല്ല. ആക്ച്വലി ഇതിന് രണ്ട് കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ബൂന്തി ഉണ്ടാക്കുമ്പോൾ ഉള്ള വെള്ളവും നമ്മുടെ പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കുമ്പോൾ ഉള്ള വെള്ളവും. എന്നാൽ അതാണ്ട് ഇത്തേ കണക്കത്തെ സോഫ്റ്റായിട്ടുള്ള ലഡു നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ലഡു എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് 2 കപ്പ് കടലപ്പൊടി എടുക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നല്ലപോലെ ഇളക്കണം. മാക്സിമം നമ്മൾ 1 കപ്പ് വെള്ളം മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്യാവൂ. അത് കഴിഞ്ഞ് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മളിത് വറുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്കൊരു നുള്ള് സോഡാപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. ഇനി ലഡു വറുക്കാൻ നമുക്ക് നമ്മുടെ ഈ സാധാരണ കണ്ണാപ്പ എടുക്കാം, അല്ലെങ്കിൽ ലഡു വറുക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു കുഴിയുള്ളൊരു പാത്രം വാങ്ങിക്കാൻ കിട്ടും. ഈ മാവിലെ വെള്ളം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇത് ഏതാണ്ട് ദോശമാവിൻ്റെ പരുവത്തിൽ മാത്രമേ ആവാവൂ. ഇനി എണ്ണ നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്കൊരു വലിയ തവി മാവ് ഈ കണ്ണാപ്പയ്ക്കകത്തോട്ടിട്ട് നമ്മളിങ്ങനെ കറക്കി എടുക്കുക. ഇത് പരന്ന പാത്രത്തിൽ വെച്ച് ഉണ്ടാക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. കാര്യം നമ്മൾ ഇതൊട്ടും അങ്ങ് തിങ്ങി വരാൻ പാടില്ല. ഈ ബൂന്തി ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഞാൻ ആകെ ഒരു തവി മാവ് മാത്രമേ ഇതിനകത്ത് വറുത്തെടുക്കുന്നുള്ളൂ. 10 തൊട്ട് 20 സെക്കൻഡ് അതിൽ കൂടുതൽ നമ്മൾ ഇത് എണ്ണയിലിട്ട് ഇടാൻ പാടില്ല. എണ്ണ ഇട്ട് കഴിഞ്ഞാൽ അത് മൊരിഞ്ഞു പോയാൽ എന്ത് പറ്റും? നമ്മുടെ ഈ ലഡുവിനകത്തോട്ട് നമ്മുടെ ഷുഗർ സിറപ്പ് കയറി പോകത്തില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇത് പെട്ടെന്ന് നമ്മൾ ഇത് എണ്ണയിൽ നിന്ന് കോരണം. അപ്പം ഞാൻ വെറും ഒരു തവി മാവ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിട്ട് എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കുകയാണ്. കൂടുതൽ കടലമാവ് ഇട്ടിങ്ങനെ വറുത്ത് കഴിഞ്ഞാലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതും നമ്മുടെ ലഡുവിന് നല്ലതല്ല. അതാണ് നമ്മൾ ഈ സോഡാപ്പൊടി ഇടുന്നതുകൊണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ നമ്മുടെ മാവ് ശരിക്കും പറഞ്ഞാൽ നല്ല വട്ടത്തിലുള്ള റൗണ്ട് ബൂന്തിയായിട്ടാണ് കിടക്കുന്നത്. ഇതിൻ്റെ വെള്ളം കൂടിപ്പോയാൽ ഇതങ്ങ് ഒരുമാതിരി പരന്നു പോവും. അതേ കണക്ക് വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് നീണ്ടും വരും. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ റൗണ്ട് ഷേപ്പിൽ വേണം നമ്മുടെ ബൂന്തി ഇടാൻ. അപ്പോൾ ഇത് അങ്ങനെ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്ത് വെക്കുകയോ ഒന്നും ചെയ്യണ്ട. നമുക്ക് അപ്പം തന്നെ ഇത് വറുത്തെടുക്കാം. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ആദ്യത്തെ സെറ്റ് വറക്കുമ്പോൾ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി തെറ്റായിട്ടാണ് തോന്നുന്നെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും. ഈ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പായ നമ്മുടെ ഷുഗർ സിറപ്പ് അതുണ്ടാക്കുന്നതിനായിട്ട് ഞാൻ 2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഏലക്ക ഇട്ടൊന്ന് പൊടിച്ചു. ഇനി ഇതിനകത്തോട്ട് നമ്മൾ 1/2 കപ്പ് വെള്ളം, അതിൽ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു ശകലം നെയ്യും ഇട്ട് നല്ല പോലെ ഇളക്കിയെടുക്കുക. നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് വരുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുങ്കുമപ്പൂ, ഇതൊക്കെ ഓപ്ഷണലാണ്, ഇതൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പം ഞാനിവിടെ ഇച്ചിരി പൊടിഞ്ഞ പഞ്ചസാര ആയതുകൊണ്ട് ഇത് നല്ല പോലെ ഇതായിട്ട് വരും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. ഓക്കെ, ഈ പഞ്ചസാര ഇതങ്ങ് ഒരു നൂൽ പരുവോ അല്ലെങ്കിൽ സ്ട്രിങ് കൺസിസ്റ്റൻസിയോ ഒന്നും ആവണ്ട. ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം നല്ല പോലെ ബബിൾസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ ഈ ബബിൾസ് ഒരു 1-2 മിനിറ്റ് മാക്സിമം തിളയ്ക്കാൻ വയ്ക്കുക. അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. കാര്യം കൂടുതൽ തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലഡുവിനകത്തോട്ട് ഈ ഷുഗർ സിറപ്പ് കയറി പോകത്തില്ല. ഇനി ഇത് നമ്മൾ ലോ ഫ്ലെയിമിലോട്ട് അങ്ങ് ആക്കി വെക്കണം. എന്നിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ചേക്കുന്ന ബൂന്തി ഇതിനകത്തോട്ട് പതുക്കെ ചേർത്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇളക്കിക്കൊണ്ട് ഇരിക്കുക. കുറേശ്ശെ ചേർത്ത് നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക.
നല്ലപോലെ ഇളക്കി ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് വരുമല്ലോ, ചൂടോടെയല്ല ചെറുതായിട്ട് തണുത്ത് വരുമ്പോൾ നമുക്കിതിൻ്റെ പകുതി ബൂന്തി എടുത്ത് ഒരു മിക്സിക്കകത്ത് ഇട്ടിട്ട് പൾസ് മോഡിൽ, അതായത് ഒത്തിരി അങ്ങ് അരയ്ക്കരുത്, ജസ്റ്റ് ഒരു പൾസ് മോഡിലിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്നാൽ മാത്രമേ നമ്മുടെ ലഡു നമുക്ക് നല്ല റൗണ്ടിൽ ഇങ്ങനെ മുറുക്കി പിടിച്ച് എടുക്കാൻ പറ്റത്തുള്ളൂ, അല്ല ഇത് ഒന്നൊന്നായിട്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഏതാണ്ട് പകുതിയോളം ബൂന്തി ഈ പഞ്ചസാരയും ബൂന്തിയായിട്ടുള്ള മിക്സ് ഞാൻ മിക്സിക്കകത്തോട്ട് ആഡ് ചെയ്തിട്ട് ഒരു ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തതാണ് ഇത്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം ഏതാണ്ടൊക്കെ കുറേ ഇത് ബൂന്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇനി അടുത്ത ഇതൊക്കെ ഓപ്ഷണൽ സ്റ്റെപ്സാണ്. നമുക്കൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് എടുത്തിട്ട് നമുക്ക് കുറച്ച് കാഷ്യൂവും കുറച്ച് മുന്തിരിങ്ങയും ഒക്കെ വറുത്ത് നമ്മുടെ ഈ ലഡുവിൻ്റെ പുറത്തോട്ടിടാം. അപ്പോൾ ഈ ഗീ നമ്മൾ നേരത്തെ പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കിയപ്പോൾ ചേർത്തിട്ടുണ്ട്. അത് കണക്ക് ഈ ഗീയും കൂടെ നമ്മുടെ ലഡുവിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഈ റൈസിൻസും ഈ നമ്മൾ വറുത്ത കശുവണ്ടിയും എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഇട്ട് മിക്സ് ചെയ്യാം നമ്മുടെ ബൂന്തിക്കകത്തോട്ട്. എന്നിട്ടിത് ടൈറ്റായിട്ട്, അതായത് നല്ല മുറുക്കി വേണം നമ്മൾ ഉണ്ടയായിട്ട് നമ്മുടെ ലഡു എടുക്കാൻ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമേ ലഡു ഒരേ ഇതായിട്ടിരിക്കുകയുള്ളൂ. ഇച്ചിരി ഫോഴ്സ് ചെയ്യണം നമുക്ക്, കാര്യം ഇത് വലിയ ചൂടൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കഴിയുമ്പോൾ ഇതിന് വലിയ ചൂട് കാണാറില്ല. നമുക്ക് കൈ കൊണ്ട് ഈസി ആയിട്ടിത് ഉരുട്ടി ലഡു ആക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളൊന്ന് വിചാരിച്ച നമുക്കും നാട്ടിലെ ബേക്കറിയിലെ കണ്ണാടിക്കൂട്ടിയിരിക്കുന്ന ലഡു നമ്മുടെ വീട്ടിലെ കണ്ണാടിക്കൂടിലും വരും. ഇതൊന്ന് കഴിച്ച് നോക്കിക്കേ. കൊള്ളാം, നാട്ടിൽ ബേക്കറി കിട്ടുന്ന അതേ ടേസ്റ്റ്. വീണ്ടും ഒന്ന് കണ്ണടച്ചപ്പോൾ ഓർമ്മ വരുന്നതേ, കൂടുതൽ കണ്ണൊന്നും അടയ്ക്കണ്ട, ഒന്ന് എഴുന്നേറ്റ് പോയാ മനുഷ്യ. ആക്ച്വലി ഈ ലഡു വെച്ചിട്ട് പിറ്റേന്ന് കഴിക്കുന്നതാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അഭിപ്രായം അറിയിക്കും. പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. താങ്ക് യു.